ആർക്കും കരച്ചിൽ വരാത്ത ചില വിഷയത്തിനകത്ത് നിനക്ക് കരച്ചിൽ വരുന്നെങ്കിൽ പിടിച്ചു നിർത്തരുത്. ധൈര്യമായി കരഞ്ഞു. ഈ കരച്ചിൽ എന്തോ ഒരു മറുപടിയെ കൈയാട്ടി വിളിക്കുക. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. ഏതിനോടൊന്ന് മുകളിലുണ്ട്. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. ബൈബിളിൽ വാക്യമുണ്ട്, അതിനെ ഉണ്ടാക്കിയവൻ അവയെ പോലെ ആകുന്നു, അവയെ നമസ്കരിക്കുന്ന ഏവനും അവയെ പോലെയാ. അടുത്ത കേട്ടോ, അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. ഉത്തരം പറയത്തില്ല. കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല. നിന്നെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കത്തില്ല. ഇതോർത്ത് സ്ഥിരത കാണിപ്പീൻ. ദ്രോഹികളെ ഇത് മനസ്സിലാക്കുവീൻ. ഇത് മനസ്സിലാക്കടാ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം. എന്നെ പോലെ ഒരുത്തനുമില്ല. നിന്റെ നിലവിളിക്ക് ചെവി തുറന്നിരിക്കുന്ന എന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ലെന്ന് ഇത് തിരിച്ചറിഞ്ഞ ദാവീദ് ഒരിക്കൽ പറഞ്ഞ, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ പേടിക്കത്തില്ല. നിന്നെ പേടിപ്പിക്കാൻ പലരും നോക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിലെ രോഗത്തിന്റെ പേര് പറഞ്ഞ് ചിലരൊക്കെ നിന്നെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ പേടിക്കില്ല, നീ തോക്കത്തില്ല. നിന്നെ തോപ്പിക്കാൻ നോക്കുന്നവർ തോറ്റുപോകും. ബൈബിളിന്റെ വെളിപ്പാടാ. എന്നിട്ട് വായിച്ചേ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം. എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും. അവന്റെ പ്രത്യേകത ആരംഭത്തിങ്കൽ തന്നെ അവസാനവും. പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവർത്തിയാകും. വിശ്വസിക്കുന്ന സഭ ഒരു ആമീൻ പറ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തു പറ, എന്റെ ആലോചന നിവർത്തിയാകുമെന്ന് പറ. ഹല്ലേലൂയ, ജീസസ്. അപ്പം സങ്കീർത്തനക്കാരൻ പറയുന്ന ഭാഗത്തോട്ടാ വരുന്നത്. എന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ നിലവിളിക്ക്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് 77-ാം സങ്കീർത്തനം ആസാഫ് ചമച്ചപ്പോ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആസാഫ് പറയുക, ഞാൻ എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. ഞാൻ മിണ്ടാതിരിക്കുമെന്നല്ല, ഞാൻ ശബ്ദമുയർത്തി ദൈവത്തോട് ഞാൻ ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. നിന്നെ ഉറപ്പിക്കുക, ഞാൻ ശബ്ദമുയർത്തി എൻ്റെ ദൈവത്തോട് നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. രാത്രി മുഴുവൻ എന്റെ കൈ തളരാതെ ദൈവത്തിന്റെ മുമ്പിൽ മലർത്തി പിടിക്കും. കണ്ടോ? ചിലര് ചോദിക്കും, കഴിവില്ലാതെ നിലവിളിക്കുന്ന നിന്റെ കൂടെ ആരുണ്ട്? ധൈര്യത്തോടെ പറയണം, എൻ്റെ നിലവിളി നിങ്ങൾ കേട്ടില്ലെങ്കിലും എൻ്റെ നിലവിളിക്കൊരു കാത് തുറന്നിരിപ്പുണ്ട്. അതാരാന്നറിയാമോ? ആരംഭത്തിങ്കൽ തന്നെ അവസാനവും അറിയുന്നവൻ. ഒരാമീൻ വരുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ എനിക്കിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മനിയോഗത്തോടെ പ്രവചിക്കാനുണ്ട്. നിന്റെ കരച്ചിലാലും കേൾക്കുന്നില്ലെന്ന് ചിന്തിക്കരുത്. ഇന്നത്തെ ദൂത് മറക്കരുത്. നിന്റെ നെടുവീർപ്പ്
അവൻ്റെ മുമ്പിലെത്തി. ദാവീദ് 17 സങ്കീർത്തനം ചമയ്ക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, യഹോവയെ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നാട്ടുകാരല്ല നിന്റെ വിധി എഴുതുന്നത്, മന്ത്രവാദിയല്ല നിന്റെ വിധി എഴുതുന്നത്. നീ പറയണം, ദൈവമേ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. എന്നോട് ദൈവാത്മാവ് പറയാ, ചിലർക്ക് ദൈവം വിധി എഴുതാൻ പോവുക. എനിക്ക് ദൈവാത്മാവ് തരുന്ന ബോധ്യം, ചില വിഷയത്തിൽ ഇനിയും നിലവിളിക്കേണ്ടി വരത്തില്ല. അതാ ഇന്നത്തെ സന്ദേശം. നിന്നെ ഒത്തിരി വ്യാകുലപ്പെടുത്തിച്ച, ഒത്തിരി നെടുവീർപ്പുകൾ കൂടെ കൊണ്ടുപോയ, ഒത്തിരി വിലാപത്തിലൂടെ കൊണ്ടുപോയ, ഒത്തിരി ദുഃഖത്തിലൂടെ കൊണ്ടുപോയ, ഒത്തിരി കണ്ണുനീരിൽ കൂടെ കൊണ്ടുപോയ, ഒത്തിരി കരച്ചിലൂടെ കൊണ്ടുപോയ, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത നിന്റെ ആ നിലവിളിക്ക് ഇനിയും ഒത്തിരി കാലപരിക്കം വരത്തില്ല. അതിനു മുമ്പ് നിന്റെ നിലവിളിയുടെ മറുപടി. ഞാൻ ഈ ദൂത് തയ്യാറാക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ജനത്തോട് ധൈര്യത്തോടെ പറ, നിലവിളിയുടെ മറുപടി കാണത്തക്ക രൂപത്തിൽ നിന്റെ കൂടാരത്തിൻ്റെ അകത്ത് നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അളവിൽ ഇറങ്ങി നിൽക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലാതെ വെളിപ്പെടുക. വേദപുസ്തകത്തിൽ നിലവിളിച്ചു വാങ്ങിച്ച മറുപടി ചിന്തിക്കാൻ കഴിയുന്ന തലത്തിനപ്പുറമാണ്. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില വിഷയത്തിനകത്ത് ഇതിനെക്കാട്ടി വലിയ പ്രശ്നം നമുക്ക് വന്നിട്ട് നമ്മൾ ചില വിഷയത്തിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ ചില വിഷയത്തിൽ നിലവിളിക്കുക എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. നിലവിട്ട് വിളിക്കുക. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് അവിടെ ഇരുന്ന് സ്തോത്രമൊക്കെ പറയും. നമ്മുടെ ആ സ്റ്റാൻഡേർഡ് വിട്ടൊന്നും ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, ഹൃദയം തകർന്നാൽ, അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ അകലെയല്ല അടുക്കല. സ്തോത്രം. എനിക്ക് ദൈവാത്മാവ് തരുന്ന ബോധ്യം, ചില വിഷയത്തിൽ ഇനിയും നിലവിളിക്കേണ്ടി വരത്തില്ല. അതാ ഇന്നത്തെ സന്ദേശം. നിന്നെ ഒത്തിരി വ്യാകുലപ്പെടുത്തിച്ച, ഒത്തിരി നെടുവീർപ്പുകൾ കൂടെ കൊണ്ടുപോയ, ഒത്തിരി വിലാപത്തിലൂടെ കൊണ്ടുപോയ, ഒത്തിരി ദുഃഖത്തിലൂടെ കൊണ്ടുപോയ, ഒത്തിരി കണ്ണുനീരിൽ കൂടെ കൊണ്ടുപോയ, ഒത്തിരി കരച്ചിലൂടെ കൊണ്ടുപോയ, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത നിന്റെ ആ നിലവിളിക്ക് ഇനിയും ഒത്തിരി കാലപരിക്കം വരത്തില്ല. അതിനു മുമ്പ് നിന്റെ നിലവിളിയുടെ മറുപടി. ഞാൻ ഈ ദൂത് തയ്യാറാക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ജനത്തോട് ധൈര്യത്തോടെ പറ, നിലവിളിയുടെ മറുപടി കാണത്തക്ക രൂപത്തിൽ നിന്റെ കൂടാരത്തിൻ്റെ അകത്ത് നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അളവിൽ ഇറങ്ങി നിൽക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലാതെ വെളിപ്പെടുക. വേദപുസ്തകത്തിൽ നിലവിളിച്ചു വാങ്ങിച്ച മറുപടി ചിന്തിക്കാൻ കഴിയുന്ന തലത്തിനപ്പുറമാണ്. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില വിഷയത്തിനകത്ത് ഇതിനെക്കാട്ടി വലിയ പ്രശ്നം നമുക്ക് വന്നിട്ട് നമ്മൾ ചില വിഷയത്തിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ ചില വിഷയത്തിൽ നിലവിളിക്കുക എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. നിലവിട്ട് വിളിക്കുക. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് അവിടെ ഇരുന്ന് സ്തോത്രമൊക്കെ പറയും. നമ്മുടെ ആ സ്റ്റാൻഡേർഡ് വിട്ടൊന്നും ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, ഹൃദയം തകർന്നാൽ, അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ അകലെയല്ല അടുക്കല. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും കരച്ചിൽ വരാത്ത ചില വിഷയത്തിനകത്ത് നിനക്ക് കരച്ചിൽ വരുന്നെങ്കിൽ പിടിച്ചു നിർത്തരുത്. ധൈര്യമായി കരഞ്ഞു. ഈ കരച്ചിൽ എന്തോ ഒരു മറുപടിയെ കൈയാട്ടി വിളിക്കുക. ഞാൻ ആത്മതലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദൂത് കൈമാറുകയാ. ഇന്ന് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പം
ആർക്കും നിന്റെ ഹൃദയ രഹസ്യം അറിയത്തില്ല. നീ കടന്നു പോകുന്ന അവസ്ഥ അറിയത്തില്ല. നീ അനുഭവിക്കുന്ന സാഹചര്യം അറിയത്തില്ല. പക്ഷെ യേശു പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടെ, നിന്നെ ആരും ഇവിടെ നിയന്ത്രിക്കാൻ വരത്തില്ല. നിന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കൊണ്ട് നിങ്ങളെ ആരും ഉപദേശിക്കേണ്ടതില്ല. അഭിഷേകം തന്നെ സകലതും ഉപദേശിക്കും.